കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഈ അധ്യായത്തിൽ സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ദൗത്യത്തെക്കുറിച്ച് ചോദ്യമുന്നയിക്കുമ്പോൾ യേശു കർത്താവ് തന്റെ പ്രവർത്തനങ്ങൾ മുഖേന മറുപടി നൽകുന്നു. ശേഷം സ്നാപയോഹന്നാനെ കുറിച്ച് തനിക്ക് മുമ്പ് അയക്കപ്പെട്ട ദൈവദൂതനായി പ്രതിപാദിച്ച് യോഹന്നാൻ സ്നാപകൻ പ്രവാചകന്മാരിൽ ഏറ്റവും വലിയവനാണെന്ന് പറയുന്നു. തന്റെ വചനങ്ങൾ തിരസ്കരിച്ച് മാനസാന്തരപ്പെടാത്ത പട്ടണങ്ങളോട് അവരുടെ ദൈവവചന നിഷേധത്തിന് പകരമായി വരുവാനുള്ള അധിക ശിക്ഷാവിധിയെക്കുറിച്ച് യേശുക്രിസ്തു വിശദീകരിക്കുന്നു. ഈ അധ്യായം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹപൂർവ്വമുള്ള ഒരു ക്ഷണത്തോടെ അവസാനിക്കുന്നു എന്ന് നാം കാണുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 1 വാക്യത്തിൽ യേശു തന്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി എന്ന് നാം കാണുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നാം വായിച്ചതുപോലെ കർത്താവ് തന്റെ 12 അപ്പോസ്തലന്മാരെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള നിയോഗം ഏൽപ്പിച്ചപ്പോൾ എവിടെ പോകണം, എന്ത് പറയണം, എങ്ങനെ പെരുമാറണം, എന്തൊക്കെയാണ് അവർ അഭിമുഖീകരിക്കേണ്ടി വരിക എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും പൂർത്തിയാക്കി എന്ന് സുവിശേഷകൻ ഇവിടെ പരാമർശിക്കുന്നതായി കാണാം. 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സ്നാപയോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊക്കെ കേട്ടപ്പോൾ തന്റെ ശിഷ്യന്മാരെ കർത്താവിന്റെ അടുക്കിലേക്ക് അയച്ചുവെന്നും അവർ വരുവാനിരിക്കുന്നവൻ അഥവാ മിശിഹ എന്ന ക്രിസ്തു നീ തന്നെയോ എന്ന് ചോദിക്കുന്നതും നാം കാണുന്നു. കർത്താവ് അവരോട് താൻ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് മടങ്ങിച്ചെന്ന് സ്നാപയോഹന്നാനെ അറിയിക്കാൻ പറയുന്നതും സകല പ്രതികൂലങ്ങൾക്കിടയിലും ക്രിസ്തുവിൽ ഇടറി വീഴാതെ ഇരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് കർത്താവ് പറയുന്നതും നാം വായിക്കുന്നു. ഇവിടെ വരുവാനുള്ളവൻ അഥവാ മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു യേശു തന്നെയാണോ എന്ന് സ്നാപയോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് ചോദിപ്പിക്കുന്നത് ക്രിസ്തുവിലുള്ള യോഹന്നാന്റെ വിശ്വാസം ദുർബലമായിട്ട് യേശു മിശിഹയാണോ അല്ലയോ എന്ന് അദ്ദേഹം സംശയിച്ചു തുടങ്ങി എന്നതുകൊണ്ടല്ല. കാരണം യേശുവിന്റെ സ്നാന സമയത്ത് ദൈവാത്മാവ് തന്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ട സ്നാപയോഹന്നാൻ യേശുവിനെ ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുന്ന ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടതാണ്. മാത്രമല്ല പലപ്പോഴും യേശുവിനെ ക്രിസ്തുവെന്ന് അനേകർക്ക് സ്നാപകൻ ചൂണ്ടിക്കാണിക്കുകയും അവൻ ദൈവത്തിന്റെ കുഞ്ഞാടും സഭയുടെ മണവാളനുമാണെന്ന് ഇടയ്ക്കിടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നതായി നാം വായിക്കുന്നു. യേശു തന്നെയോ ക്രിസ്തു എന്ന സംശയം സ്നാപകന്റെ മനസ്സിൽ ഉളവായതുകൊണ്ടല്ല, മറിച്ച് ഹെരോദേസിന്റെ തടവിലായിരിക്കുന്ന താൻ ഇപ്പോൾ മരിക്കാൻ പോവുകയാണ്. അങ്ങനെ തന്റെ ശിഷ്യന്മാർക്ക് ഗുരുവില്ലാതെയും നയിക്കപ്പെടാൻ ഇടയനില്ലാതെയും ഉപേക്ഷിക്കപ്പെടുവാൻ ഇടയാവാതിരിക്കാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാർക്ക് യേശു തന്നെയും വരുവാനിരിക്കുന്ന മിശിഹ എന്ന് നേരിട്ട് ക്രിസ്തുവിൽ നിന്ന് തന്നെ പൂർണ്ണവും തൃപ്തികരവുമായ ഒരു ഉത്തരം ലഭിക്കാൻ വേണ്ടിയും അങ്ങനെ അവരുടെ എല്ലാ സംശയങ്ങളും വിഷമങ്ങളും നീക്കി അവരും ക്രിസ്തുവിനോട് ശിഷ്യത്വത്തിൽ ചേരാനുമാണ്. ഈ ചോദ്യം സ്നാപയോഹന്നാൻ സ്വന്തം നിലയിലല്ല, തന്റെ ശിഷ്യർക്ക് വേണ്ടി അവർ യേശുവിനോട് തന്നെ ചോദിച്ച് സ്വയം മനസ്സിലാക്കാൻ അവരെ അയക്കുകയും അങ്ങനെ താൻ വഴിയൊരുക്കാൻ വന്ന ക്രിസ്തുവിന് കീഴിലേക്ക് തന്റെ ശിഷ്യരെ അവർ തന്നെ കണ്ടും കേട്ടും ബോധ്യപ്പെട്ട് അവരെ കർത്താവിനെ ഏൽപ്പിക്കാനും ആണ്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്ന് അവരോട് കർത്താവ് പ്രതിവചിക്കുന്നതിന്റെ ഉദ്ദേശം താൻ ചെയ്യുന്ന പ്രവൃത്തികൾ പഴയ നിയമത്തിൽ മിശിഹയെക്കുറിച്ചുള്ള സകല പ്രവചനങ്ങളും നിവൃത്തിയാക്കുന്നത് തന്നെയാണ് എന്ന് വ്യക്തമാക്കാനാണ്. അന്ന് മുടന്തർ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും എന്ന് യേശയ്യാ പ്രവചനം 35 അധ്യായം 6 വാക്യത്തിൽ കാണുന്നു. ഇവിടെ ദരിദ്രർ എന്നത് ആത്മാവിൽ എളിമയുള്ളവർ, ദൈവത്തിൽ മാത്രം സകലത്തിലും ആശ്രയം വെക്കുന്നവർ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്നവനായിരിക്കും മിശിഹ എന്ന പ്രവചനവും പഴയ നിയമത്തിലുണ്ട് എന്നതിനാലാണ് കർത്താവ് അതും വരുവാനുള്ളവൻ അഥവാ മിശിഹായുടെ അടയാളമായി ഇവിടെ പറയുന്നത്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറികെട്ടാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും എന്ന് യേശയ്യാ പ്രവചനം 61 അധ്യായം 1 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. മത്തായി സുവിശേഷം 10 അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സ്നാപകന്റെ ശിഷ്യന്മാർ പോയ ശേഷം യേശു ക്രിസ്തു സ്നാപയോഹന്നാനെ കുറിച്ച് ജനക്കൂട്ടത്തോട് പറയുന്നതും സ്നാപയോഹന്നാൻ പ്രവാചകനിലും മികച്ചവനാണ് എന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നതും നാം വായിക്കുന്നു. തനിക്ക് വഴിയൊരുക്കുവാൻ ഒരു ദൂതനെ അയക്കും എന്ന് തിരുവെഴുത്തുകളിൽ പ്രവചിച്ചിരുന്ന വ്യക്തി യോഹന്നാൻ സ്നാപകൻ തന്നെയാണെന്നും അദ്ദേഹത്തെക്കാൾ വലിയൊരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടില്ല എന്നും എന്നാൽ തന്റെ ശിഷ്യന്മാരായവർ സ്നാപകന്റേതിലും വലിയ ശുശ്രൂഷ ലഭിക്കുന്നവർ ആണെന്നും കർത്താവ് പറയുന്നതായി കാണാൻ സാധിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര പ്രസംഗം മുതൽ യേശുക്രിസ്തു സുവിശേഷം പങ്കുവെക്കുന്ന ആ സമയം വരെ ഒരു അനുഗ്രഹത്തെ
അനുഗ്രഹത്തിനായി ആകാംക്ഷയുള്ള ആളുകളുടെ അസാധാരണമായ തിരക്ക് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായതിനെ സ്വർഗരാജ്യം ബലാത്കാരമേൽക്കുന്നു എന്ന് കർത്താവ് ആലങ്കാരികമായി പറയുന്നു. പ്രവാചകന്മാരുടെ കാലം സ്നാപയോഹന്നാനോടുകൂടി അവസാനിച്ചുവെന്നും സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും സ്നാപയോഹന്നാന്റെ സമയം വരെ ഉണ്ടായിരുന്നുള്ളൂ എന്നും കർത്താവ് പറയുന്നു. മിശിഹായെയും അവന്റെ രാജ്യത്തെയും സംബന്ധിച്ച് യോഹന്നാൻ സ്നാപകന്റെ ശേഷം ഒരു പ്രവചനവും ഉണ്ടായിട്ടില്ല എന്നും വരുമെന്ന് തിരുവെഴുത്തുകളിൽ പ്രവചിക്കപ്പെട്ട ഏലിയാ പ്രവാചകൻ സ്നാപയോഹന്നാൻ തന്നെയാണെന്നും കർത്താവ് പ്രബോധിപ്പിക്കുന്നതായി നാം വായിക്കുന്നു. മത്തായി സുവിശേഷം 11 അധ്യായം 10 വാക്യത്തിൽ ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ എന്ന് കർത്താവ് സ്നാപയോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ ഉദ്ധരിച്ചത് മലാക്കി പ്രവചനം 3 അധ്യായം 1 വാക്യമാണ്. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് നിന്റെ മന്ദിരത്തിലേക്ക് വരും, ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു. മത്തായി സുവിശേഷം 11 അധ്യായം 11 വാക്യത്തിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് വായിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 14 അധ്യായം 1 വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ എന്ന പ്രയോഗം സകല മനുഷ്യരും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ തനിക്ക് വഴിയൊരുക്കുവാൻ വന്നവൻ എന്ന നിലയിൽ അതുവരെ ദൈവം എഴുന്നേൽപ്പിച്ച സകല ദൈവഭക്തരിലും പ്രവാചകരിലും ഏറ്റവും ശ്രേഷ്ഠം സ്നാപയോഹന്നാന്റെ ശുശ്രൂഷയാണെന്ന് കർത്താവ് ഇവിടെ പ്രസ്താവിക്കുന്നു. സ്നാപകയോഹന്നാന്റെ ജനനത്തിലെ അസാധാരണത്വം, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്, അദ്ദേഹത്തിന്റെ മാതൃകാപരമായ ജീവിതം, അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിനുള്ള ഉപദേശത്തിന്റെ ശ്രേഷ്ഠത എന്നിവയേക്കാൾ ഉപരി ക്രിസ്തുവിന്റെ മുന്നോടിയായും വഴി ഒരുക്കുന്നവനായും വന്ന ശുശ്രൂഷയാണ് ദൈവം മുൻപാകെ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് കരുതപ്പെടാൻ കാരണം എന്ന് വ്യക്തമാകുന്നു. എന്നാൽ കർത്താവ് പറയുന്നത് തന്നോട് ചേർന്ന് ശിഷ്യന്മാരുടെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത അതിലും വലിയതാണ് എന്നാണ്. അതിന് ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ സ്വന്തം യോഗ്യതയല്ല കാരണം എന്നും ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോട് എത്രത്തോളം നാം അടുത്തിരിക്കുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ കണ്ണിൽ നാം വലിയവനായിരിക്കും എന്നും ഇവിടെ വ്യക്തമാകുന്നു. മത്തായി സുവിശേഷം 11 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു എന്ന് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ സവിശേഷതയായിരുന്ന ഒരു കാര്യം അദ്ദേഹത്തെ കേൾക്കാൻ ധാരാളം ആളുകൾ വന്നിരുന്നു എന്നതാണ്. ഈ ജനക്കൂട്ടം വൈവിധ്യമുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരും വിശ്വസ്തരുമായിരുന്നു. വരുവാനിരിക്കുന്ന മിശിഹയെക്കുറിച്ചുള്ള യോഹന്നാന്റെ സന്ദേശത്തോട് പ്രതികരിച്ചവരിൽ ചുങ്കക്കാരും വേശ്യകളും റോമൻ പട്ടാളക്കാരും ഉൾപ്പെടെ ഒരിക്കലും മാനസാന്തരപ്പെടില്ലെന്ന് സകലരും കരുതിയിരുന്ന ആളുകളും ഉൾപ്പെട്ടിരുന്നു എന്ന് മത്തായി സുവിശേഷം 21-31-32 വാക്യങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷം 3 അധ്യായം 14 വാക്യത്തിലും നാം വായിക്കുന്നു. യോഹന്നാനെ അനുഗമിച്ച ജനക്കൂട്ടത്തിന്റെ തിരക്ക് യേശുവിന്റെ ശുശ്രൂഷയിലും തുടർന്നുകൊണ്ടിരുന്നു. ദൈവരാജ്യം ബലാത്കാരം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അക്രമം സഹിക്കുന്നു എന്ന യേശുവിന്റെ പ്രസ്താവനയിലൂടെ യോഹന്നാനെ അനുഗമിച്ചതും ഇപ്പോൾ തന്നെ അനുഗമിക്കുന്നതുമായ ഒരു വലിയ ജനക്കൂട്ടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു നഗരം പിടിച്ചടക്കുന്നതിനു വേണ്ടി അതിനു ചുറ്റും ആക്രമണം നടത്തുന്ന ഒരു സൈന്യത്തോട് യേശു അവരെ ഉപമിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം. യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ദൈവത്താലുള്ള അനുഗ്രഹത്തിനായി ആകാംക്ഷയോടെ എത്തുന്ന ആളുകളുടെ അസാധാരണമായ ഈ തിരക്ക് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതിനെയാണ് സ്വർഗരാജ്യം ബലാത്കാരം ഏൽക്കുന്നു എന്ന് ആലങ്കാരികമായി കർത്താവിടെ പ്രതിപാദിക്കുന്നത്. മാനസാന്തരത്തിനായി ദൈവത്തിന്റെ സുവിശേഷം കേൾക്കാൻ ആളുകൾ തിങ്ങിക്കൂടിയത് അവർ ഒരു നഗരം ഉപരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു സൈന്യത്തെ പോലെ ആയിരുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു എന്നതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ അവർ അക്രമാസക്തരായിരുന്നവർ എന്നല്ല, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ അപ്രതീക്ഷിത ബഹുത്വവും ആകാംക്ഷയും ഭക്തിയുമൊക്കെ വളരെ വലുതായിരുന്നു എന്നാണ്. ഒരു സൈന്യം നഗരത്തെ ആക്രമിക്കുകയും പ്രവേശിക്കാൻ നഗരകവാടങ്ങൾ തകർത്ത് ബലത്തോടെ കൈയടക്കുന്നത് പോലെ യോഹന്നാൻ സ്നാപകന്റെയും ക്രിസ്തുയേശുവിന്റെയും പ്രബോധനങ്ങൾ സൃഷ്ടിച്ച ജനങ്ങളുടെ കുത്തൊഴുക്കിനെയും അവരുടെ ആവേശത്തെയും പ്രചോദനത്തെയും കർത്താവ് ഇവിടെ ആലങ്കാരികമായി കാണിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.